ആ അംഗത്തിനും അവരുടെ രണ്ടാനച്ഛനും തമ്മിൽ അനാചാരപരമായ ലൈംഗിക ബന്ധമുണ്ടെന്നുള്ള തരത്തിലുള്ള സൂചനകളും ആരോപണങ്ങളും ഇദ്ദേഹം ഉന്നയിക്കുകയും ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. അവരുടെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ചും അപമാനകരമായ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായതാ നീ വെറും കൂതറയല്ല, ലോക കൂതറയാണ്. ഭാഗ്യം കൊണ്ടു നടക്കാൻ ആളുകൾ ഉള്ളതുകൊണ്ടും അപാരമായ തൊലിക്കെട്ടി ഉള്ളതിനാലും രക്തത്തിൽ അലിഞ്ഞു ചേർന്ന തൊട്ടിത്തനം മായാതെ കിടക്കുന്നതിനാലും പ്രോത്സാഹിപ്പിക്കാൻ കൂടെ നിൽക്കാൻ കുറെ അലവലാദികൾ കൂട്ടുള്ളതിനാലും നനച്ചിരിക്കാതെ കുറെ ലക്ഷങ്ങൾ ബാങ്ക് ബാലൻസിൽ ഉള്ളതിനാലും അല്പന് അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയും കൊട പിടിക്കും, ഉറപ്പാണ്. ശുക്രിയ. എന്റെ നമ്പരായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. ഈ ജനുസിലെ ഒരു സിനിമാക്കാരനാണോ ടിനി ടോം എന്ന മഹാൻ? നാക്കെടുത്ത് വളച്ചാൽ മണ്ടത്തരവും പൊങ്ങച്ചവും തെറിയും തൊലിക്കെട്ടിയും വിടുവായത്തനവും മാത്രമേ ആ വായിൽ നിന്നും വരൂ. അതുപോലെ വികട സരസ്വതിയാണ് ആ നാവിൽ കുടികൊള്ളുന്നത് എന്നും എനിക്ക് തോന്നുന്നു. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. തെറ്റുപറ്റാത്ത മനുഷ്യരില്ല ടിനി. തെറ്റുപറ്റി എന്ന് തോന്നിയാൽ മാന്യനാണെങ്കിൽ തിരുത്തും, ക്ഷമ ചോദിക്കും. ബുദ്ധിയുള്ളവരാണെങ്കിൽ സൂക്ഷിക്കും, പിന്നീട് നാക്കിനെ കൺട്രോൾ ചെയ്യും. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നോ ഇൻഫർമേഷൻ, വിവരമില്ല. നാണം തോന്നുന്നു ഓരോ ദിവസവും ടിനി ടോം എന്ന മനുഷ്യനെ കുറിച്ച് വരുന്ന വാർത്തകൾ. മലയാളത്തിലെ പ്രശസ്തനായ ഒരു നിർമ്മാതാവ് എനിക്കൊരു ലെറ്റർ അയച്ചു തന്നു. അമ്മ പ്രസിഡന്റിന് എക്സിക്യൂട്ടീവ് അംഗമായ നീന കുറുപ്പ് അയച്ച ലെറ്ററാണത്. പോലീസ് സ്റ്റേഷനിലും വനിതാ കമ്മീഷനിലും മനുഷ്യാവകാശ കമ്മീഷനിലും വനിതയായ രാഷ്ട്രപതിക്കും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും അയക്കേണ്ട ഗുരുതരമായൊരു പരാതിയാണ് ഈ ലെറ്ററിൽ എഴുതിയിരിക്കുന്നത്. ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന് പോകുന്ന UKG പിള്ളേരുടെ ലെവലിൽ ഡ്രസ് ഇട്ട് എന്ത് ചോദിച്ചാലും വെകിളി ചിരിച്ച് കാണിക്കുന്ന ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത പ്രസിഡന്റിനാണോ നീന കുറുപ്പെ കത്ത് അയക്കേണ്ടത് എന്നാണ് എനിക്ക് ചോദിക്കാൻ. അയ്യോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ അങ്ങനെ ഞാൻ അങ്ങനെയുള്ള ഒരുത്തനാണോ? എല്ലാത്തിനും നാട്ടുകാർ എന്റെ മണ്ടക്കാരൻ പറഞ്ഞു. ഈ അലവലാതിയും അവനെ പിന്തുണയ്ക്കുന്ന കൂതറകളുമുള്ള ഈ കമ്മിറ്റിയിൽ വോട്ട് വാങ്ങി ജയിച്ചു വന്ന ഞാനില്ല എന്ന് എഴുതി കൊടുക്കണ്ടേ നീന കുറുപ്പ്? ആത്മാഭിമാനമുള്ള മീശ വച്ചതും ഇല്ലാത്തതുമായ ആരെങ്കിലും ഇവന്റെയൊക്കെ ഒപ്പം ഒരു സംഘടനയിൽ ഇരിക്കൂ? എനിക്ക് നീനയോട് നാണം തോന്നുന്നത് അവിടെയാണ്. ആ തേണ്ടി തൊലി ഇരിക്കുകയാണ് ഉത്തമ, സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? ഇല്ലെങ്കിൽ 10 ഇടി ടിനി ടോം ഇടിക്കുകയോ മൃതപ്രായയാക്കുകയോ ചെയ്യട്ടെ. അതിനിടയിൽ കാലി കിടന്ന ചെരുപ്പൂരി ആ ആവാസന്റെ 4 പല്ലടിച്ച് താഴെ ഇടണമായിരുന്നു നീന. എങ്കിൽ നീനെ ആ ഒരു പെണ്ണെന്ന് പറഞ്ഞു. നീന അയച്ച അമ്മയ്ക്ക്, അമ്മയുടെ പ്രസിഡന്റിനും ജനറൽ സെക്രട്ടറിക്കും രണ്ടുപേർക്കും അയച്ച കത്ത് വായിക്കാം. അമ്മ അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് അംഗമായ ശ്രീ ടിനി ടോം, അപ്പോഴും ശ്രീ പറഞ്ഞാണ് പറഞ്ഞത്. എന്തിനാ ശ്രീ ഈ അലവലാതിക്കൊക്കെ ശ്രീ എന്ന് എഴുതണേ? ശ്രീ ടിനി ടോമിന്റെ ആവർത്തിച്ചുള്ള ദുർവ്യവഹാരം, അസംഭവ്യവും അംഗീകരിക്കാനാകാത്തതുമായ പെരുമാറ്റം എന്നിവയെ സംബന്ധിച്ച് ഗൗരവമേറിയ ഒരു ഔദ്യോഗിക പരാതി സമർപ്പിക്കുന്നതിനാണ് ഈ കത്ത് എഴുതുന്നത്. 2026 ഫെബ്രുവരി 13 കൊച്ചിയിലെ റീജിയണൽ സ്പോർട്സ് സെന്ററിൽ അമ്മ കുടുംബ സംഗമത്തിന്റെ റിഹേഴ്സലിനായി നിരവധി അംഗങ്ങളും എക്സിക്യൂട്ടീവ് അംഗങ്ങളും മറ്റുള്ളവരും സന്നിഹിതരായിരിക്കെ ശ്രീ ടിനി ടോം എന്ന പരസ്യമായി അശ്ലീലവും അസഭ്യവും അപമാനകരവുമായ മലയാളം വാക്കുകൾ ഉപയോഗിച്ച് അധിക്ഷേപിച്ചു. അയ്യോ, ആര് പറഞ്ഞു പിടിപ്പിച്ചു പുളുവൊക്കെ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. എന്താ ഇംഗ്ലീഷായ കുഴപ്പമുണ്ടോ? അദ്ദേഹം എന്നെ വിളിച്ച വാക്കുകൾ ചുവടെ പറയുന്നതാണ്. പട്ടി ഡാഷ് പോ ഡാഷ് മോളെ. കത്തില് പക്ഷെ പൂർണ്ണമായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. നീ ഇത്രയും സംസ്കാരമുള്ള ഒരു കുടുംബത്തിൽ പിറന്നവനാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ചങ്ങനാശ്ശേരി ചന്തയെ കേട്ടിട്ടില്ല ഇത്രയും നല്ല തെറി. നമ്മൾ നാടൻ ഭാഷയിൽ പറയുന്ന ഒരു തെറിയാണ് പട്ടി. അങ്ങനത്തെ ഒരു തെറി മോളെ. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. നിന്റെ അമ്മയുടെ ഡാഷ് 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 ഡാഷ്. എത്ര അടിച്ചാലും എന്റെ വായിന്നൊരു ചെറ്റ വർത്താനം വരില്ല കേട്ടടാ പട്ടി തെണ്ടി നായിന്റെ മക്കളെ. അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്നെ ആഴത്തിൽ അപമാനിക്കുകയും എന്റെ വ്യക്തിത്വത്തിനും ആത്മാഭിമാനത്തിനും ഗുരുതരമായ മുറിവേൽക്കുകയും ചെയ്തു. എവനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തറവാട്ട് മഹിമ എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതൊന്നും ഇവന്റെ പടിവാളന്റെ 5 അയലോത്ര പോയിട്ട്. തുടർന്ന് അദ്ദേഹം കൈമുട്ട് മുറുക്കി ഇവിടം കൊണ്ട് ആക്രമണോത്സുകനായ രീതിയിൽ എന്റെ നേരെ മുന്നേറുകയും എന്നെ ശാരീരികമായി ഭീഷണിപ്പെടുത്താനും ആക്രമിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. എന്റെ ഈ അന്നസത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല.
വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. ഇതൊക്കെ സ്റ്റേജിൽ നടക്കുന്നതാണ്. ഇപ്പൊ പ്രിയങ്ക സ്റ്റേജിൽ അങ്ങനെ പറയൂരി. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ? തനിക്കൊരു വിചാരമുണ്ട് താ ഏതോ കോപ്പിലെ വലിയ രാജാവാണ്. താ ഒരു പുല്ലുമല്ല. അവിടെ സന്നിഹിതരായ പലരും ഇതിന് സാക്ഷിയാണ്. അവർ പിടിച്ചു മാറ്റിയത് കാരണമാണ് അന്നേ ദിവസം ഞാൻ ശാരീരികമായി മർദ്ദിക്കപ്പെടാത്തത് എന്നതാണ് സത്യം. ഇവനൊന്നും ജീവിച്ചിരുന്നിട്ട് ഇനി യാതൊരു കാര്യമില്ല. വല്ല പട്ടാളത്തിലും പോയി വെടികൊണ്ട് ചത്തിരുന്നെങ്കിൽ കുടുംബക്കാർക്കെങ്കിലും വല്ല പ്രയോജനം ഉണ്ടായേനെ. ഇത്തരം പെരുമാറ്റം ഭീതിപ്പെടുത്തുന്നതും ഞെട്ടിപ്പിക്കുന്നതും ഒരു എക്സിക്യൂട്ടീവ് അംഗത്തിന് യോജിക്കാത്തതുമാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന കാര്യവും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കും. എന്തരാണെന്ന് അറിഞ്ഞൂടാ, മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി തള്ളിക്കാറ് വരും. ശ്രീ ടിനി ടോം പല അവസരങ്ങളിലും നേരിട്ടും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയും പൊതുസ്ഥലങ്ങളിലുമായി മറ്റ് പലരോടും അസഭ്യവും അപമാനകരവും വേദനിപ്പിക്കുന്നതുമായ ഭാഷകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. അതെ, നാണയമൊന്നുമില്ല ചേട്ടാ. അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ വ്യക്തികളെ മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങളെയും അപമാനിക്കുന്ന തരത്തിലുള്ളതാണ്. ഒരു സഹ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗത്തിന്റെ മേൽ മത തീവ്രവാദത്തെയും മത പരിവർത്തന ശ്രമങ്ങളെയും അദ്ദേഹം ആരോപിക്കുന്നത് ഞാൻ വ്യക്തിപരമായി കേട്ടു, സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അതന്നത്തെ ചോരത്തിളപ്പിന് ആണോ? അതുപോലെ തന്നെ ആ അംഗത്തിനും അവരുടെ രണ്ടാനച്ഛനും തമ്മിൽ അനാചാരപരമായ ലൈംഗിക ബന്ധമുണ്ടെന്നുള്ള തരത്തിലുള്ള സൂചനകളും ആരോപണങ്ങളും ഇദ്ദേഹം ഉന്നയിക്കുകയും ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ, അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. അവരുടെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ചും അപമാനകരമായ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് നിന്റെയൊക്കെ സംസ്കാരം. ഈ ആവർത്തിച്ചുള്ള പെരുമാറ്റ രീതി അസോസിയേഷനുള്ളിൽ ഭയം, അസ്വസ്ഥത, അനാദരം എന്നിവ നിറഞ്ഞ അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ട്. എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞ് മുളകിട്ട് അങ്ങനെ തിന്നിടോ. പ്രത്യേകിച്ച് ചില വനിതാ അംഗങ്ങൾ അദ്ദേഹത്തിന്റെ ഭീഷണിപ്പെടുത്തലിനും പരസ്യമായ അപമാനങ്ങൾക്കും ഭയന്ന് തുറന്ന് അഭിപ്രായം പറയാൻ പോലും മടിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ സംഘടനയിലുള്ളത്. അമ്മയിൽ കൗതുക ലേശം കൂടുതലാണ്. അദ്ദേഹത്തിന്റെ പെരുമാറ്റം വ്യക്തിപരമായി എനിക്ക് അതീവ മാനസിക പീഡനവും പൊതുജനങ്ങൾക്ക് മുന്നിലുള്ള അപമാനവും ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തെ അതീവ ഗൗരവത്തോടെ പരിഗണിച്ച് അടിയന്തരവും നിഷ്പക്ഷവുമായ അന്വേഷണം ആരംഭിക്കണമെന്നും തുടർന്ന് അദ്ദേഹത്തിനെതിരെ അനുയോജ്യകരമായ ശാസന നടപടികൾ സ്വീകരിക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു. എന്നെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന പട്ടികളെ ധൈര്യമുള്ളവനുണ്ടെങ്കിൽ വരീനടാ. ഒറ്റ തന്തയ്ക്കുണ്ടായ ഏതവനുണ്ടെങ്കിലും പാടാ. ഇത്രയും നാണം കെട്ട അലവലാദികളുടെ ഒരു സംഘടനയായി അമ്മ അതപ്പതിച്ചല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അമ്മ എന്ന പേരിട്ട മുരളിച്ചേട്ടനെ ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. മേലാൽ ഇങ്ങനൊന്നും ചെയ്യില്ല. 5-6 അബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ.